തീപിടുത്തമുണ്ടായ ടാറ്റയുടെ ഐഫോൺ നിർമ്മാണ പ്ലാന്റിന് പ്രവർത്തനാനുമതി നൽകാതെ അധികൃതർ. രാജ്യത്തെ ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തെയും വിതരണത്തെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ ഹൊസൂരിനടുത്തുള്ള നിർമ്മാണ സ്ഥാപനത്തിൽ ശനിയാഴ്ചയാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തെക്കുറിച്ച് ഫോറൻസിക് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് തമിഴ്നാട്. ഇതിന് പിന്നാലെയാണ് പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി തമിഴ്നാട് നിഷേധിച്ചത്. എന്ന് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ സംഭവത്തെക്കുറിച്ച് ടാറ്റയോ ആപ്പിളോ പ്രതികരിച്ചിട്ടുമില്ല. തീപിടുത്തത്തിൽ പരിക്കേറ്റ ജീവനക്കാരുടെ സുരക്ഷയും ചികിത്സയും ഉറപ്പാക്കുമെന്നും ടാറ്റ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ കമ്പനി ശ്രമിക്കുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായതും താൽക്കാലികമായി പ്രവർത്തനാനുമതി നിഷേധിച്ചതും. ഇത് രാജ്യത്ത് കൂടുതൽ വേരുറപ്പിക്കാനുള്ള കമ്പനിയുടെ ശ്രമത്തിന് തിരിച്ചടിയുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാസവസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് അഗ്നിശമന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തീപിടുത്തമുണ്ടാകുന്ന സമയത്ത് 1500-ലധികം ജീവനക്കാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നുവെന്നാണ് വിവരം. പരിസരമാകെ പുക പടർന്നതോടെ ജീവനക്കാരും നാട്ടുകാരും പരിഭ്രാന്തരായി. 7 ഫയർ എഞ്ചിനുകൾ വിന്യസിച്ചാണ് മുഴുവൻ ജീവനക്കാരെയും രക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. അഗ്നിബാധയെ തുടർന്ന് വൈദ്യസഹായം തേടിയത് 10 പേരാണ്. ഇതിൽ 2 പേർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. സംഭവത്തിൽ മറ്റ് ആളപായമൊന്നുമില്ല. എന്നാൽ ആപ്പിളിന്റെ ഐഫോൺ വിതരണ ശൃംഖലയെ ഇത് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്നും കണ്ടറിയാം. ഇന്ത്യയിൽ ഐഫോൺ 16 മോഡലുകൾ എത്തിയതോടെ വിപണി പിടിച്ചെടുക്കാനുള്ള തീവ്ര പരിശ്രമത്തിലായിരുന്നു ടാറ്റ ഇലക്ട്രോണിക്സ്. തീപിടുത്തത്തെപ്പറ്റി അന്വേഷണം നടത്തുമെന്നാണ് ടാറ്റ ഗ്രൂപ്പ് അറിയിക്കുന്നത്. പ്ലാന്റിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തുവന്നിട്ടില്ല. ഐഫോൺ 16 പ്രോ സീരീസുകൾ താരതമ്യേന കുറഞ്ഞ വിലയിലാണ് ഇന്ത്യയിൽ ലഭ്യമാക്കിയത്. കാലിഫോർണിയയിലെ ആസ്ഥാനത്ത് നടന്ന ലോഞ്ചിലായിരുന്നു ഐഫോൺ 16 സീരീസ് ഫോണുകൾ പുറത്തുവിട്ടതും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ നിരവധി സവിശേഷതകളോടെയായിരുന്നു പുതിയ ഫോൺ ആപ്പിൾ അവതരിപ്പിച്ചത്. 2022-ലാണ് ഐഫോണിന്റെ പുതിയ ശാഖ തമിഴ്നാട്ടിൽ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത്. മുഖ്യമന്ത്രി MK സ്റ്റാലിനായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചിരുന്നതും. 2025-നകം ഹാൻഡ്സെറ്റ് നിർമ്മാണത്തിന്റെ 25%, വർഷാവസാനത്തോടെ ഐഫോൺ 14 ഉൽപ്പാദനത്തിന്റെ 5% ഇന്ത്യയിലേക്ക് മാറ്റാനായിരുന്നു ആപ്പിൾ ലക്ഷ്യമിട്ടിരുന്നത്. ഇതോടെ ഫോൺ ഉൽപ്പാദന കേന്ദ്രമായി തമിഴ്നാടിനെ മാറ്റുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ ഇത് എത്രത്തോളം ഈ ലക്ഷ്യത്തിന് പ്രതികൂലമായി ബാധിക്കുമെന്നും കണ്ടറിയാം.